നമ്മുടെ പെറ്റ് സോമിൽ ഒരു പുതിയ ഫിഷ് വരുന്നുണ്ട്. അപ്പോൾ ഫിഷിനെ എടുക്കാൻ വേണ്ടി നമ്മൾ റെയിൽവേ സ്റ്റേഷനോട്ട് പോകാൻ പോകും. അപ്പം ആ ഫിഷിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ പെറ്റ് സോമിൽ ഒരു അരോണയുണ്ട്, 2 feet ഉണ്ട്. അപ്പോൾ അത് നോർമലി ഉള്ള ഒരു അരോണയാണ്. അപ്പോൾ അതിനെക്കാട്ടി ടോപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു അരോണയാണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത്. റെഡ് ചില്ലി അരോണ, അത് ഏറ്റവും ടോപ്പസ്റ്റ് സർട്ടിഫിക്കേഷൻ ഉള്ള അരോണയാണ്. അപ്പോൾ അത് നമ്മൾ പെറ്റ് ഷോപ്പിലേക്ക് വേണ്ടിയല്ല, നമുക്ക് ഓൾറെഡി ഒരു കസ്റ്റമറുടെ ഓർഡർ ഉണ്ട്, അതിനുവേണ്ടി എടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമുക്ക് പഠിച്ചെന്ന് കാണാം. അതുകൊണ്ടൊക്കെ തന്നെ നമ്മളും ആ ഒരു 2 months നമ്മൾ റെഡ് ചില്ലി അരോണയെ കൊണ്ടുവരുന്നത്. റെഡ് ചില്ലി അരോണ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പസ്റ്റ് കോസ്റ്റ്ലി ആയിട്ടുള്ള അരോണയാണ്. നമുക്ക് ഈ വരുന്ന അരോണ എന്ന് പറഞ്ഞാൽ നല്ല ഡയറക്റ്റ് ഇമ്പോർട്ടഡ് അരോണയാണ്. അത് നമ്മൾക്ക് ഏർലി മോർണിംഗിനാണ് റെയിൽവേ സ്റ്റേഷനിലാണ് വന്നിരിക്കുന്നത്. കാരണം ഇത് ഇച്ചിരി ട്രാൻസ്പോർട്ടേഷനകത്ത് ചെറിയ പ്രോബ്ലംസ് ഉണ്ടായി കഴിഞ്ഞാൽ ഇത്രയും കോസ്റ്റ്ലി ആയതുകൊണ്ട് നമ്മൾ സേഫ്റ്റി എപ്പോഴും ഏർലി മോർണിംഗിന് ട്രെയിനിൽ വരുന്നതാണ്. ഇപ്പോൾ പെറ്റ് വാനോ അല്ലെങ്കിൽ പെറ്റ് ബസ്സിനകത്തൊക്കെ ആണെങ്കിൽ ഒരുപാട് അതിനകത്ത് ലോവർ ടൈം എടുക്കും ട്രാൻസ്പോർട്ടേഷൻ. നമുക്ക് അവിടെ ചെന്നിട്ട് എടുക്കുന്ന വീഡിയോ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഓക്കെ പോയാലോ? ഓക്കെ റെയിൽവേ സ്റ്റേഷൻ ചെല്ലാൻ ഇച്ചിരി താമസിച്ചപ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് ഒരു വീട്ടിൽ കളക്ട് ചെയ്ത് വെച്ചിട്ടാണ് ആ വീട്. അപ്പം നമ്മൾ ഇതുമായിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് നമുക്കിതിന് ആ വീട്ടിൽ ചെന്നതിന് ശേഷം അൺബോക്സിങ് കാണിക്കാം. ഇതിനകത്ത് അവരോടെ കാണിക്കാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അങ്ങോട്ട് പോയാലോ? നമുക്ക് ഇത്രയും സേഫായിട്ടാണ് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ഡാമേജ് ഉണ്ടാകാത്ത രീതിയിൽ എത്രയും സേഫായിട്ട് ചെയ്യാൻ പറ്റും. അന്നേരം ഇതിന് ഈ ഒരു പാക്കിങ്ങിന് തന്നെ നല്ലൊരു കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് പിക്ചറിൽ പറയാം. ഇപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. നമുക്കിതിനെ പൊട്ടിച്ച് ടാങ്കിലിടുന്ന ഡീറ്റെയിൽസ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട നമ്മുടെ റെഡ് ചില്ലി അരോണ നമ്മൾ ഡെലിവറിക്ക് വേണ്ടി ഡയറക്റ്റിങ് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കതിനെ നമുക്ക് ഒന്ന് കാണാം. ഞാനും പിന്നെ അത് അൺബോക്സിങ് ചെയ്തിട്ട് കാരണം നമ്മുടെ ബോക്സ് ഉണ്ട്, അൺബോക്സ്. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന റെഡ് ചില്ലി അരോണ. ഞാൻ ഇതാണ് ഫിഷ്. ഇത് ആക്ച്വലി ഇതൊരു അഡൽട്ടായിട്ടുള്ള ഫിഷ്. ഒരു 2 വർഷമാണ് അരോണകളുടെ പൂർണ്ണ വളർച്ച എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്നത് 3 month ബേബിയാണ്. 4 month 5 month ഒക്കെ ആകുമ്പോഴത്തേക്ക് ആക്ച്വലി കളർ വരും. ഈ കളർ കാണത്തില്ല റെഡ് ചില്ലി. അതിന് പ്രത്യേകതയുണ്ട്. റെഡ് ചില്ലി ആയാലും ഇപ്പോൾ ഹൈബാക്ക് ആയാലും 916 ആയാലും 24K ഒക്കെ ആയാലും അരോണാസിന് കളേഴ്സ് കുറച്ച് അഡൽട്ടിലോട്ട് പോകുമ്പോൾ 8 മാസം 10 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് കളർ വേരിയേഷൻ. അതിലാണ് ഇതിൻ്റെ ഒറിജിനൽ പേപ്പർ കാണാത്തത് കണ്ടു. ഇതാണ് എൻ്റെ വാല്യൂബിൾ ആയിട്ടുള്ള പേപ്പർ. ഇത് മെയിൻ സർട്ടിഫിക്കറ്റാണ്. റെഡ് ചില്ലിയുടെ ഇതുണ്ട്. പിയാൻഹു എന്ന് പറഞ്ഞൊരു കമ്പനി പ്രൊഡക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കുന്ന നിസ്സാരമല്ല, അത്രയ്ക്കും വലിയൊരു പ്രൊഡക്ഷൻ കമ്പനി തന്നെ അതിനോടകത്ത് കോടികളുടെ ടേണോവറുള്ളൂ. വളരെ റിസ്കി ആയിട്ടുള്ള സംഭവമാണ്. ഇതിൻ്റെ വീഡിയോന്നൊക്കെ നമ്മൾ യൂട്യൂബ് വീഡിയോസിനകത്തൊക്കെ ഇന്ത്യയിലെ റയറസ്റ്റ് ആയിട്ടുള്ള പാമ്പുകളൊക്കെ അരോണകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഇന്ത്യയിൽ റെഡ് ചില്ലി അരോണകൾ റയറസ്റ്റാണ്. നമ്മുടെ കോസ്റ്റ്ലി ആയതുകൊണ്ട് ഈ ഒരു സൈസൊക്കെ വരുന്ന 2 lakh ഒക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് അങ്ങോട്ട് കാണാം. അങ്ങോട്ട് ഫിഷിനെ അങ്ങോട്ട് വലിയൊരു ഫുഡാണ് ഇപ്പോൾ ഇതിന് കൊടുക്കുന്നത്. ഇത് ചെയ്യുന്ന ക്വാളിറ്റി എപ്പോഴും വാങ്ങാൻ അവൈലബിലിറ്റിയുള്ള ഫുഡാണ്. അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ഫീഡാണ്. സിക്ലറ്റ്സിനും മോൺസ്റ്റർ ഫിഷിനെ കൊടുക്കാൻ പറ്റിയ ഹൈ ന്യൂട്രീഷനായിട്ടുള്ള, അതായത് കൊടുക്കാതെ ഇത് കൊടുക്കുമ്പോൾ ശരി ബ്രെയിൻസിൻ്റെ ഇഷ്യൂസൊക്കെ കുറയാൻ ചാൻസ്. നമ്മൾ അരോണ വളർത്തുന്നവർക്ക് അറിയാത്തൊരു പ്രശ്നം, നമ്മുടെ ഫിഷുകൾക്ക് വെയിൻസ് കൂടാനുള്ള സാധ്യത ലൈഫ് ഫുഡിനകത്ത് ഉണ്ടാകും. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ചെയ്യുന്നത് വെയിൻ കുറയാനുള്ള സാധ്യത. അപ്പോൾ അതിന് വലിയ സംഭവം ഫിഷിനെ നമുക്ക് അടിപൊളി അറിയത്തക്ക ആദ്യം പെട്രോളിൻ്റെ ടേസ്റ്റ് പരിചയം നിങ്ങളുടെ വീട്ടിലേക്ക് കുട്ടികൾ ഒരു ക്ലൈമറ്റ് നല്ല ചെയ്യുന്നു. നമ്മളിങ്ങനെ വലയിട്ട് പിടിക്കുന്നില്ല, അങ്ങനെയാണ് വെള്ളം
കുറച്ചതിന് ശേഷം സൂക്ഷിക്കാം, ഫിഷ് താഴോട്ട് ചാടി പോകുന്നത്. കുറച്ച് വെള്ളം നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. വെളി വരുന്നുണ്ട്. ചെറുപാട്ട് വെള്ളം കളയാം. ഫിഷിന് നമുക്ക് വെള്ളം ലൈറ്റ് കളറായിട്ടുള്ളൂ. പക്ഷെ ഇത് വളരെ 4 മാസം കഴിയുമ്പോഴത്തെ കളർ തേയിലൊക്കെ കളർ നമ്മൾ ആ സർട്ടിഫിക്കറ്റിനകത്ത് കണ്ട അതേ സെയിം ഫിഷ് ആയി. ഓക്കെ, അപ്പോൾ നമുക്ക് ലാസ്റ്റ് ടാങ്ക് കൊടുക്കാം. അപ്പോൾ നമ്മൾ ടാങ്കിലാണ് ഇത് ഓൾറെഡി ഒരു ഇമ്പോർട്ടൻ്റ് ടാങ്കായി 4 ഫീറ്റ് ഒരു 1.5 ഇഞ്ച് അകത്തേക്കുള്ളത് 4 ഫീറ്റ് ഇമ്പോർട്ടൻ്റ് ടാങ്കാണ്. നമുക്ക് ഇതിനകത്ത് അല്ലാതെ പെട്ടെന്ന് പോലെ കുടുംബം സ്റ്റോറി ഇതാണ് നോക്കാം. ഫിഷിനകത്ത് വരാൻ നമ്മുടെ ഫിഷ് ആളിറങ്ങി ഈ ടാങ്കിൻ്റെ പ്രത്യേകത പെട്ടെന്ന് ഇത്രയും വലിപ്പമുള്ള ടാങ്കിനകത്തായതുകൊണ്ട് പെട്ടെന്ന് ഒരു വളർച്ച ഒരു 4 മന്ത് 5 മന്ത് ഒക്കെ ആകുമ്പോഴത്തേക്ക് 3 ഇരട്ടി വലുപ്പം കളേഴ്സ് ഒന്ന് സൂട്ട് ചെയ്തിട്ടുണ്ട്.